നെയ്യാറ്റിൻകരയിൽ ബി.ജെ.പിയിൽ കൂട്ടരാജി. നെയ്യാറ്റിൻകര നഗരസഭയിൽ 46-ൽ 36 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്ത് വിട്ടതോടെയാണ് കൂട്ടരാജി പ്രഖ്യാപിച്ചത്. അമരവിള ഏരിയ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ 10 പേരാണ് രാജിവെച്ചത്. മാനസ വിവരങ്ങളുമായി ചേരുകയാണ്. മാനസ, ബി.ജെ.പിയിലെ കൂട്ടയടി തീരുന്നില്ല, ഇതാ പുതിയ രാജികൾ. തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ്. സ്ഥാനാർത്ഥി പട്ടികയൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും ബി.ജെ.പിക്കുള്ളിലെ കൂട്ടയടിയും ഭിന്നാഭിപ്രായവും എതിരഭിപ്രായങ്ങളും തീരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ കൂട്ടരാജിയിൽ കൂടി വ്യക്തമാകുന്നത്. നെയ്യാറ്റിൻകര നഗരസഭയിലാണ് 46-ൽ 36 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ബി.ജെ.പിയിൽ തന്നെ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 10ഓളം പേർ രാജിവെച്ചു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. അമരവിള ഏരിയ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള 10 പേരാണ് രാജി വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ബി.ജെ.പിയിലെ പൊട്ടിത്തെറി തന്നെയാണ് ഈ കൂട്ടരാജിക്ക് കാരണം എന്നും പറയുന്നു. ഇതോടെ ഈ അമരവിള ഏരിയ പ്രസിഡന്റായ എം ജയചന്ദ്രൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പിന്നാലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന വിവരമാണ് അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിമത സ്ഥാനാർത്ഥികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും എണ്ണം കൂടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയാകുമെന്ന് തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്, ബി.ജെ.പി നേതൃത്വത്തിനകത്ത് നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വരുന്നതിന് മുന്നോടിയായി, അതായത് ഒരു മുഴം മുന്നേ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കുന്ന കെങ്കേമമായ നടപടികളൊക്കെയും തന്നെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രീതിപ്പെടുത്താൻ, അതായത് നേതാക്കളെ പ്രീതിപ്പെടുത്താനും നേതാക്കളെ പരിഗണിക്കാനും നേതൃത്വം മറന്നുപോയി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എസ് സുരേഷിന്റെയോ അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും താല്പര്യമുള്ള കക്ഷികളുടെ അല്ലെങ്കിൽ തൽപരരായ നേതാക്കളെ മാത്രം തിരികെ കയറ്റിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു. അതോടൊപ്പം തന്നെ നേതാക്കൾക്കിടയിൽ ഉയർന്ന അഴിമതി ആരോപണം, അതായത് മുൻ കൗൺസിലർമാരുടെ പേരിലൊക്കെയും തന്നെ അഴിമതി ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ആ നേതാക്കളെയൊക്കെയും തന്നെ വീണ്ടും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്ന ഒരു പ്രവണത കൂടി നേതൃത്വത്തിനകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന ബി.ജെ.പിയിൽ ഇതിനോടകം തന്നെ ഇപ്പോൾ കൂട്ടരാജിയുമായി പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേർ ഇനി വരും ദിവസങ്ങളിലും രാജി പ്രഖ്യാപനം നടത്തും, അല്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അജിംഷാദ്.